എന്താ ഒട്ടിച്ചിരിക്കുന്നേ? ടൂലറ്റ് ബോർഡാമേ, ഓൺലി ഫോർ ബാച്ചിലേഴ്സ്. അതെന്താ? ഒരു ബാച്ചിലറിനെ പെർമനന്റ് ആയിട്ട് സെറ്റ് ചെയ്യാന്ന്. ഇലയ്ക്കും പൂവിനും വ്യത്യാസം അറിയാത്ത ബാച്ചിലർ എന്ത് ചെയ്യാനാ? നിങ്ങൾ തെറ്റായിട്ടാ പറയുന്നത്. ബാച്ചിലർ ടയേർഡാവില്ല, ടയേർഡാവുന്ന പോലെ ചെയ്യും. ആ, അവന്റെ ശ്വാസം ഒന്ന് മാത്രം മതി, ഉണങ്ങിയ ഇല പോലും പച്ചയായി തീരും. അത്രയ്ക്ക് എനർജി ഉണ്ടാകുമോ? അവന്റെ അടുത്ത് ഗോലി സോഡ കൊടുത്തിട്ടുണ്ടെങ്കിൽ വിരല് കൊണ്ട് തന്നെ തുറക്കും. ഗോട്ടി ഇളകുവോ? ഇളകുകയല്ല, പൊട്ടിപ്പോകും. ആ, ആ, നീ രാവിലെ ഒട്ടിച്ചു വെച്ചതല്ലേ, ഇതുവരെ ഒരുത്തനും വന്നില്ലല്ലോ. ടൂലറ്റ് ബോർഡും ഓൺലി ഫോർ ബാച്ചിലേഴ്സും. ബാച്ചിലേഴ്സിന് ഇത്രയും വലിയ വീടോ? ഏതോ ഒരു വായി നോക്കി വരുന്നുണ്ട്. ടൂലറ്റ് ബോർഡ് കണ്ടു, അകത്ത് പോയി നോക്കാവോ? നിങ്ങൾക്ക് കാണണമെങ്കിൽ എല്ലാം കാണിച്ചു തരാം. എന്റെ അമ്മ തമാശ പറയുന്നതാ. നിങ്ങൾ വരൂ, കാണിച്ചു തരാം. ഇതാണ് നിങ്ങളുടെ റൂം. ഇത് കൊള്ളാലോ. വരൂ. എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. ഞങ്ങളുടെ രഹസ്യ മന്ത്രമുറി ഇതിനേക്കാൾ നന്നായിരിക്കും. അത് ഞാൻ പിന്നെ കാണാട്ടോ. റെന്റ് എത്രയാ? 100 റുപ്യ. വാവ്. ശരി, അഡ്വാൻസ് എത്രയാ? അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഡെഡ് ചീപ്പ്. നിങ്ങക്ക് പാല് കുടിക്കുന്ന സ്വഭാവമുണ്ടോ? എനിക്ക് ഒരുപാട് ഇഷ്ടമാണല്ലോ. എന്റെ അമ്മയുടെ ഫ്രിഡ്ജില് 2 പാൽ പാക്കറ്റ് ഉണ്ട്. ആവശ്യം തോന്നുമ്പോഴൊക്കെ കുടിച്ചോളൂ. ലക്കിടാ നീ. നൈസ് ബോണസ്. താഴത്തെ ഡോറില് പാൽഗോവയും വെച്ചിട്ടുണ്ട്, അതും എടുത്തു കഴിക്കാം. എക്സ്ട്രോർഡിനറി. എന്റെ മരുമകളുടെ ഫ്രിഡ്ജിലും പാലുണ്ടാവും, അതും കുടിക്കാം കേട്ടോ. ഇവിടെ പാല് കുടിച്ചെന്നെ ജീവിക്കാന്ന് തോന്നുന്നല്ലോ. താഴത്തെ തട്ടില് പാലലുവയുണ്ടാകും, അതും നിങ്ങൾക്ക് കഴിക്കാം. ഡോണ്ട് വറി, ഒന്നും മിസ്സാക്കാൻ പോകുന്നില്ല. നിങ്ങൾ എപ്പോഴാ വരുന്നേ? ഇപ്പൊ തന്നെ. ആ, ഈശ്വരാ, എനിക്ക് വേറെ സ്ഥലമില്ല. ഈ പാൽ പ്രശ്നം ഒന്ന്. എണീറ്റ് വന്നേ. എന്താ? എതിർ വീട്ടിലെ രമണൻ ഷോർട്ട് ഇട്ടേക്കുന്നു, വളരെ ഹോട്ടായിട്ടുണ്ട്. എന്താടി പറയുന്നേ? ഷോർട്ടാന്നേ, മുട്ടുവരെ ഇറക്കമുള്ളത്. നിക്കറൊന്നും പറയല്ലോ. ഓ, അതായിരുന്നോ? നിങ്ങളുണ്ടല്ലോ എപ്പ നോക്കിയാലും മുണ്ട്. എനിക്കിതാണ് കംഫർട്ട്. കവിതയുടെ ഭർത്താവിനെന്താ എപ്പോഴും നട്ടുവെച്ച മാതിരി? കാണാൻ നന്നായിട്ടുണ്ടാവും. നീ എപ്പോഴാ കണ്ടേ? ദിവസേന കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. നീ കുറച്ച് ഓവർ ആവുന്നില്ല കേട്ടോ. ഹെയർ സ്ട്രൈറ്റ് ആയിട്ടുണ്ടാവും, സ്റ്റൈലായിട്ടുണ്ടാവും. നോക്കുന്നത് എന്താ തെറ്റാണോ? ഹെയർ ആയിരുന്നല്ലേ? ശരി ശരി. എനിക്കിങ്ങനെ ചിരിക്കാനാ ഇഷ്ടം. നീ ഇവിടെ ചെല്ല്.
അതേ, കാലൊന്നു പൊക്കാമോ? രാവിലെ തന്നെ കാല് വെക്കാൻ പറഞ്ഞു. പോ. അതിനല്ല, പോവാനല്ലേ പറഞ്ഞേ? നിങ്ങളുടെ കാലിന്റെ കീഴിലെ എന്റെ ഹെയർ ക്ലിപ്പ് ഉള്ളത്. അതവിടെ കിടന്നോട്ടെ. നീ പോ. രാവിലെ തന്നെ മനുഷ്യന്റെ മൂഡ് നശിപ്പിക്കാൻ. അതേ, എന്താടി? ആ ചട്ടി അവിടെ നന്നായിട്ടില്ല. നമുക്കതെടുത്ത് ഉള്ളിലേക്ക് വെക്കാം. പൊടി. രാവിലെ തന്നെ വേറെ പണിയില്ലേ? എത്ര വിളിച്ചാലും വരില്ല, എപ്പ വിളിച്ചാലും വരില്ല. വാ മോനെ വാ, ഞങ്ങൾ എത്ര നേരെ കാത്തിരിക്കുന്നു. എപ്പോഴാ വന്നത്? സുഖാണോ നിങ്ങക്ക്? അതൊക്കെ പിന്നെ പറയാം. ഇവള് വിളിച്ചാ നീ എന്താ വരില്ലെന്ന് പറഞ്ഞേ? ഉണരാൻ പറഞ്ഞ ഉണരുന്നില്ലത്രേ. കാല് പൊക്കാൻ പറഞ്ഞ പൊക്കുന്നില്ലത്രേ. അതുപോലെ നീ ഷോർട്ട് ഇടുന്നില്ലത്രേ. ഷോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഷോർട്ടാന്നേ, മുട്ടുവരേക്കുണ്ടായിരിക്കുമല്ലോ, നിക്കറെന്ന് പറയുമല്ലോ. ഓ, ആ ഷോർട്ടായിരുന്നു അല്ലേ? അവള് മൊത്തം പറഞ്ഞില്ലേ, പാതി കഥയെ നിങ്ങളോട് പറഞ്ഞോളൂ. മതി, ഒന്നും പറയണ്ട. വാ, നിന്നെ സന്തോഷിപ്പിക്കാൻ ഒന്ന് കാണിക്കാം. മതി, ഒന്ന് നിർത്ത്. നൈറ്റ് എത്ര മണിക്കാ മാച്ച് സ്റ്റാർട്ട് ആവുന്നേ? ഒന്ന് പറഞ്ഞേ. രാത്രി 10 മണിക്ക്. എപ്പോഴാ തീരുന്നേ? കാലത്ത് 5 മണിക്ക്. ബാറ്റിംഗ് എങ്ങനെയുണ്ട്? എല്ലാം സിക്സാ. ആർക്കാ ഒഴുകുന്നേ? നിങ്ങക്ക്. മാൻ ഓഫ് ദ മാച്ച് ആർക്കാണ്? നിങ്ങൾക്ക് തന്നെ. അതാർക്കാണ് കൊടുക്കുന്നേ? എനിക്കാ തരിക. ഇത് കേട്ടില്ലേ? ഇതാണ് എന്റെ ട്രാക്ക് റെക്കോർഡ്. സോറി മോനെ, ഞാൻ വരട്ടെ. വരണ്ട. വന്ന ആ മാച്ച് നിങ്ങളുടെ കൂടെ കളിക്കേണ്ടി വരും. കാപ്പി കൊടുത്ത് ഇന്ന് അമ്മേനൊന്ന് മയക്കി എടുക്കണം. അമ്മേ, ഇതാ കാപ്പി. താങ്ക്സ് മോളെ. അമ്മേ, നിങ്ങള് മേലെ കയറുവോ അതെയോ അച്ഛൻ മേലെ കയറുവോ? ഇപ്പൊ നോക്ക എന്താ പറയാന്ന്. നീ എന്തൊക്കെയാ പറയുന്നേ? സ്ലാബിന്റെ മുകളിലാണ് അമ്മേ. മേലെ അദ്ദേഹമാണ് കയറാറ്. എനിക്ക് കയറാൻ ചാൻസ് തരാറില്ല. മാമ എഴുന്നേക്കോ അത് നിങ്ങൾ എഴുന്നേൽപ്പിക്കോ? നീ എന്താ പറയുന്നേ? ഏണിയുടെ കാര്യാ പറഞ്ഞ്. കുത്തനെ വെക്കുന്നതിൽ അദ്ദേഹമാണ് ഏറ്റവും സ്മാർട്ട്. അച്ഛൻ അതും പിടിച്ചോണ്ട് നന്നായി ആടുവോ? എന്ത് പിടിക്കുന്ന? ഫോണാ അമ്മേ. എന്താ നീ ഒന്ന് ശരിക്ക് ചോദിക്കില്ലേ? ശരി, ഇന്ന് വഴുതനങ്ങ കൂട്ടാണ്ടാക്ക്. സോറി അമ്മേ, വഴുതനങ്ങ തീർന്നു പോയി. മെനഞ്ഞാന്നല്ലേ 3 കിലോ വാങ്ങിച്ചത്. 3 ദിവസം അത് ഉപയോഗിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ഉപയോഗിച്ചില്ല, ഞാൻ ഉപയോഗിച്ചു. എന്ത്? നീ ഉപയോഗിച്ചെന്നോ? അത് കേടുവന്നപ്പോ ഞാൻ വലിച്ചെറിഞ്ഞു. 3 കിലോ വഴുതനങ്ങയാണോ നീ വലിച്ചെറിഞ്ഞത്? ഇക്കാലത്തെ പെൺകുട്ടികൾക്ക് വഴുതനങ്ങയുടെ ഗുണത്തെക്കുറിച്ച് അറിയില്ല. നിങ്ങളിരിക്കുന്ന പോലെയൊന്നും ഞങ്ങളെ കൊണ്ട് ഇരിക്കാൻ പറ്റില്ലമ്മേ. നീ എന്തൊക്കെയാ പറയുന്നേ? പച്ചക്കറിയെ പറ്റിയാ? ശരി, മുരിങ്ങയ്ക്ക ഉണ്ടോ? അതോ അതും? അതെന്റെ ശരീരത്തിന് പറ്റില്ല അമ്മേ. നിങ്ങക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്ക, എടുത്തോണ്ട് വരട്ടെ അമ്മേ. നീ എന്തൊക്കെയാ പറയുന്നേ? എന്റെ കയ്യിന്ന് രക്ഷപ്പെടുന്നൊന്ന് കാണണം. അമ്മേ, നാട്ടീന്ന് എന്റെ മാമൻ വരുന്നുണ്ട്. അതെയോ?
എന്റെ സ്വന്തം അമ്മാവനാ. നിനക്ക് മാമനാണെങ്കിൽ എനിക്കും മാമൻ തന്നെയാ. അമ്മേ, പറ്റില്ലെന്ന് പറയരുത്. മോട്ടർ പുതിയതാണെങ്കിൽ 2 പൈപ്പ് ഫിറ്റ് ചെയ്താലും ഫോഴ്സ് കുറയില്ല. ആ? നിന്റേത് ഇളം കതിരാ, എന്റേത് മൂത്തിരിക്ക. എന്റെ പൊന്നല്ലേ? ഉം. ശരി ശരി. നിന്റെ മാമനാണെന്ന് തോന്നുന്നു, അതാ വരുന്നു. വരൂ മാമാ. വരൂ, നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുക. ആ? ഉള്ളിവടയാണ്. ഉം. നിങ്ങൾ വരുന്നത് അറിഞ്ഞപ്പോ ഓ, റെഡിയാക്കി വെച്ചിരിക്കുക. ഇതായിരുന്നോ? അവിടെയല്ല, ഇവിടെ. ഏയ് സാരമില്ല, എനിക്ക് ഇവിടെ തന്നെ കംഫർട്ടബിൾ ആയിരുന്നു. വരൂ മാമാ, ഇവിടെ കംഫർട്ടബിൾ ആയിട്ടുണ്ടാവും. അത് ശരി. ഇത്ര റിക്വസ്റ്റ് ചെയ്യുമ്പോ വേണ്ടെന്ന് ഞാൻ എങ്ങനെ പറയാനാ? ഇതാ ഏയ് വേണ്ട നോക്കൂ. വേണ്ട, ഞാൻ തന്നെ കഴിച്ചോളാം. വേണ്ടാന്ന് പറയല്ലേ. വിരുന്നുകാരെ പരിചരിക്കുന്നത് എന്റെ അമ്മയ്ക്ക് വളരെ ഇഷ്ടമുള്ള കാര്യാ. ഉം. ഉം. നിങ്ങള് വിവാഹം കഴിച്ചതാണോ? അല്ലമ്മേ, എന്റെ മാമൻ ഫ്രഷാ. നിങ്ങൾ ഇനിയും മോട്ടോർ ഓൺ ചെയ്തിട്ടില്ല അല്ലേ? ഉം. പയറെല്ലാം വരണ്ടിരിക്കുക. നീ നനയ്ക്കൂന്ന് വിചാരിച്ച്. നനയ്ക്കുന്നോ? എടാ ഗോപാല, എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവടാ. പേടിത്തൊണ്ടൻ പേടിച്ചോടുക. അമ്മേ, എന്താ? പാൽക്കാരൻ വരാനുള്ള സമയായി. അവനെ ഒന്ന് നമുക്ക് കളിപ്പിച്ചാലോ? നിന്നെ കളിപ്പിക്കുന്ന ആളിവിടെ ഇല്ലാത്തതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുകയാണല്ലേ? പ്ലീസ് അമ്മേ, പ്ലീസ് പ്ലീസ് അമ്മേ. ആ ശരി. പാൽക്കാരൻ വന്നെന്ന് തോന്നുന്നമ്മേ. ഒരു ലിറ്റർ വേണോ 2 ലിറ്റർ വേണോ? 1 ലിറ്റർ എത്രയാ? ലിറ്ററിന് 60 രൂപ. 600 രൂപ തരാം. ആ? അത് പോരാന്നുണ്ടെങ്കിൽ 6000 രൂപ വാങ്ങിക്കോ. ആ. പശുവും പാല് നല്ല തിക്കായിട്ട് കറന്നിട്ടുണ്ടോ? ആ ഫ്രഷാ. ഈ നന്നായിട്ട് കറക്കുവോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ കറന്നാ മുഴുവനെങ്കി പോരും. ഉം. ഞങ്ങളുടെ വീട്ടില് 2 പശുക്കളുണ്ട്. അവരെ കറക്കാൻ പറ്റുമോ? ആഹാ, കറന്ന് കറന്ന് എന്റെ കൈക്കൊക്കെ നല്ല വേദനയായിട്ടുണ്ട്. ഞങ്ങളുടേത് അങ്ങനെയല്ല. പിടിച്ചാ ഉടനെ തന്നെ ഒഴുകും. ജേഴ്സി പശുവാ. ജേഴ്സി പശു? 10 മിനിറ്റ് കറന്നാ 10,000 രൂപ തരാം. ആ, 10,000? മതിയാവില്ലെങ്കിൽ 20,000 തരാം. ആ, എന്ത്? നിനക്ക് എത്രയാ വേണ്ടെന്ന് പറയേ. ഇവരുടെ സംസാരം അത്ര ശരിയല്ലല്ലോ. ഉം. കറക്കാൻ പറ്റുമോ പറ. ആ, പ്രതാപ് പ്ലാസയിലോ താജ് കൃഷ്ണയിലോ ബുക്ക് ചെയ്യാം. ആ. അവിടേക്ക് എങ്ങനെ പശു വരുന്നേ? അവറ്റകള് വരില്ല, ഞങ്ങള് വരും. ആ? അയ്യോ, ഞാനില്ലേ ഈ കളിക്ക്? ഞാനില്ലേ?